ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണത്തിന് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കാം. യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു പീസ് എടുത്തിട്ട് അതിനെ 4 ആക്കി മടക്കുന്നുണ്ട്. വിഡ്ത്ത് വന്നിട്ട് 7.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അത് 5.5 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി നമ്മൾ സീം അലവൻസ് വെച്ചിട്ട് 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡർ 5 ഇഞ്ചാണ്, ആം ഹോളും 5 ഇഞ്ചാണ്. അത് രണ്ടും കൂടി ചേർത്ത് ഒരു എൽ ഷേപ്പിൽ വരയ്ക്കുന്നുണ്ട്. വിഡ്ത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു 5.5 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അതായത് 4 ആക്കി മടക്കുമ്പോഴുള്ള അളവാണ് 5.5 ഇഞ്ച്. 22 ഇഞ്ചാണ് ശരിക്കും വിഡ്ത്ത്. അതിനെ 4 ആക്കി മടക്കുമ്പോൾ 5.5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി സീം അലവൻസ് ആഡ് ചെയ്തിട്ടാണ് 7.5 ഇഞ്ച് വരുന്നത്. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് വരയ്ക്കാം. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിലേക്കൊന്ന് ആം ഹോൾ വരച്ചെടുക്കുന്നുണ്ട്. താഴത്തെ അളവ് 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഷേപ്പിന് 7 ഇഞ്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡർ ഒരു 1/2 ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ ചരിച്ചിട്ടും കൂടി വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈക്കൊടിയും പിന്നെ ഷോൾഡറും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ആണ്, അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക ബാക്ക് പീസ്, അതായത് നമ്മളെ യോക്കിൻ്റെ ബാക്ക് പീസ് നല്ല വശത്തിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ആം ഹോളിൻ്റെ സൈഡും നെക്കിൻ്റെ സൈഡും അടിച്ചെടുക്കണം. അത് നമുക്ക് പിന്നെ എടുക്കണം. ഇനി നമുക്ക് ക്യാൻവാസ് പേപ്പർ വേണം. 10 ഇഞ്ച് വിടുത്തും 6 ഇഞ്ച് ഇറക്കമുള്ള ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റ് സെൻറ്ററാക്കി മടക്കിയിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത നമ്മളെ ഫ്രണ്ട് നെക്ക് അതിലേക്ക് അതേപോലെ പതിച്ച് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ഇഞ്ച് ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ ഓൾറെഡി വരച്ചല്ലോ, അതിൽ നിന്ന് പിന്നെ എല്ലാ ഭാഗത്തേക്കും ഒരു 2 ഇഞ്ച് വരയ്ക്കുന്നുണ്ട്. പിന്നെ 1 ഇഞ്ചിലും വരച്ചിട്ട് ആ 1 ഇഞ്ചിൽ വരച്ച പീസ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്യാം. സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്, ഒട്ടാകെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ട് 24 ഇഞ്ചാണ്. അതിൽ എന്താ പറയുക, നമ്മുടെ യോക്ക് പാർട്ട് 10 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 14 ഇഞ്ച് ഉണ്ടാവും. ആ 14ൻ്റെ കൂടെയൊക്കെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ 15.5 ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത്ത് എടുക്കേണ്ടത്. 40 ഇഞ്ച് വിഡ്ത്തിൽ 2 പീസ് ഞാൻ സ്കേർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തുണി എടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്യാൻ ഇതേപോലെ 4 ആക്കി തുണി മടക്കിയിട്ടിട്ടുണ്ട്. ഒരു 8 ഇഞ്ച് വിഡ്ത്ത് നമുക്ക് ഓൾറെഡി നമ്മുടെ 8 ഇഞ്ചാണ് വിഡ്ത്ത്, അത് കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ചല്ല 7.5 ഇഞ്ചാണ്. ഞാൻ 8 ഇഞ്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒരു ആംഗിളിൽ നമുക്ക് താഴെയുള്ള ലൈനിങ്, അതായത് സ്കേർട്ട് പാർട്ടിലേക്കുള്ള ലൈനിങ്ങും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പഫ് സ്ലീവ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ന്യൂസ് പേപ്പറിൽ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഇറക്കം. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 3.5 ഇഞ്ചിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്, അതായത് നമുക്ക് പഫ് വേണ്ടത് 5 ഇഞ്ച് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 5 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ പഫ് വരയ്ക്കുന്നത്. പിന്നെ നമ്മൾ ആ 5 ഇഞ്ച് വിഡ്ത്ത് കൊടുത്ത ആ ഭാഗം ഉണ്ടല്ലോ, 3.5 ഇഞ്ച് ഹൈറ്റും 5 ഇഞ്ച് വിഡ്ത്തും കൊടുത്ത ഭാഗത്തു നിന്ന് നമ്മൾ എന്താ പറയുക, പക്കാ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാതെ ഒരു കർവ് പോലെ വരച്ചിട്ട് നമ്മൾ ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ മാർക്ക് ചെയ്ത സ്ലീവിലേക്ക് മാർക്ക് ചെയ്യാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഫ് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ തനിയെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടു നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ നമ്മൾ ഈ 5 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച ആ ഒരു ഭാഗം മുകളിലും താഴത്തും നമ്മൾ 4 പീസും കൂടി ഒന്നിച്ച് പിടിച്ചിട്ട് ഒരു ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എവിടെ മുതൽക്ക് എവിടെ വരെയാണ് നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ച പീസ് ഉണ്ട്. പിന്നെ നമ്മൾ വേറൊരു എക്സ്ട്രാ ക്ലോത്ത് ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ക്ലോത്തിൻ്റെ മുകളിൽ ഈ പീസ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഒരു റൗണ്ട് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റൗണ്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്നത് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടത്തുള്ളൂ. ബാക്ക് നെക്ക് ഞാനിവിടെ ആം ഹോളും നെക്കും അടിച്ചിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ ഇതേപോലെ അടിച്ചിട്ട് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ, അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ
നമ്മുടെ എന്താ പറയുക ഈ നെക്കിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് സെൻറ്ററിൽ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, ആ റൗണ്ട് ഷേപ്പിലും ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു കട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് മറിച്ചെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്തിട്ട് മുകളിലും താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചെറുങ്ങനെ ഒരു വൈറ്റ് ഒരു പൈപ്പിംഗ് പോലെ കാണുന്ന രീതിയിൽ വെച്ചിട്ടാണ് മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്തത്. താഴത്തെ ഞാൻ ഒരു വേറെ ഗോൾഡൻ കളർ പൈപ്പിംഗ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിൻ്റെ ഫിനിഷിങ്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. ബാക്ക് പീസ് നമ്മൾ മറിച്ചിട്ടിട്ട് അതിൻ്റെ നല്ല വശം വരുന്ന അതേ ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വരുന്ന പോലെ, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ട പോലെ വെച്ചിട്ട് ഇതേപോലെ ഷോൾഡർ നമ്മൾ ഓൾറെഡി അടിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഉള്ളിലൂടെ നമുക്ക് ഇതേപോലെ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷോൾഡർ കിട്ടും. പുറത്തേക്കൊന്നും തുണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറക്റ്റ് സെൻറ്ററാക്കി വെച്ചിട്ട് മടക്കിയിട്ടിട്ട് മടക്കിയിട്ടിട്ട് ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം. നമുക്കവിടെ ഹൂക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹൂക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇഞ്ച് വിടുത്തുള്ളൊരു പീസും 3 ഇഞ്ച് വിടുത്തുള്ളൊരു പീസും എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശം ഞാനൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. 2 സൈഡിലും സ്റ്റിച്ച് കൊടുക്കുക. വലതുവശത്താണ് എപ്പോഴും 3 ഇഞ്ച് വിടുത്തുള്ള പീസ് വെക്കുന്നത്, കാരണം ആ ഭാഗത്താണ് നമ്മൾ ഹൂക്ക് വെക്കുന്നത്. മറ്റേ ഭാഗം നമ്മൾ പുറമേക്ക് കാണാത്ത രീതിയിലാണ് മടക്കി അടിക്കുക. അപ്പോൾ മറ്റേ ഭാഗത്ത് 2 ഇഞ്ചും വലതുവശത്ത് വെക്കുന്ന പീസ് 3 ഇഞ്ചും ആയിരിക്കണം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ നമുക്ക് ഒരു മടക്ക്, ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് ഇതേപോലെ 2 പീസ് ഒന്ന് അടിച്ചെടുക്കുക. വലതുവശത്ത് വെച്ച, അതായത് 3 ഇഞ്ച് വിടുത്തിൽ വെച്ച പീസ് മാത്രമേ പുറമേക്ക് കാണുള്ളൂ. മറ്റേത് പുറമേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് പഫ് സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ കട്ട് കൊടുക്കണമെന്ന്. കാരണം നമുക്ക് അവിടെ മുതൽക്ക് അവിടെയും വരെയാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ചിട്ട് 2 സൈഡും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവ് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് പെട്ടെന്ന് കാണിച്ചു പോയത്. ഇനി നമുക്ക് 1.5 ഇഞ്ച് വീതിയുള്ളൊരു സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ട് സ്ലീവിൻ്റെ തറ്റത്തു കൂടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് ഇതേപോലെ പൈപ്പിംഗ് ആക്കിയിട്ട് നമ്മൾ അടിച്ചെടുക്കുക. സ്ലീവിൽ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഉണ്ടാവും നമ്മൾ അടിച്ചെടുത്താൽ. ഇനി ഞാൻ സ്കേർട്ട് ഇവിടെ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ പ്ലീറ്റ് ആവശ്യത്തെ അത്രയും പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ താഴ്വശത്ത് ലൈനിങ് വെച്ചിട്ട് മുകളിൽ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുള്ള നല്ല മെറ്റീരിയലും കൂടി വെച്ചിട്ട് ഒരു അടി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ മുകളിൽ അതായത് സ്കേർട്ടിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് അതും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഇങ്ങനെ ഉണ്ടാവും നമുക്ക് ഫ്രോക്ക്. പിന്നെ താഴ്വശം ഞാനൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ എത്രയാണോ നമ്മുടെ അളവ് വെച്ചാൽ ആ അളവ് മാർക്ക് ചെയ്തിട്ട് സൈഡും അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.